ഹലോ ഗായ്സ്, നമസ്കാരം. കേരള ക്രിയേച്ചറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാ നമ്മുടെ ഗെയ്ക്വാദിൻ്റെ സെഞ്ചുറിയും ഇതാ കളിയല്ല. ഗെയ്ക്വാദിൻ്റെ സെഞ്ചുറിയോട് കൂടി ഇതാ ഇന്ത്യ ടീം ഹേ ഇതാ വിജയിച്ചിരിക്കുന്നു. 8 റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. ടീം ഹേ ഇന്ത്യ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ 101 റൺസാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയത്. ഗെയ്ക്വാദും തിലക്കിൻ്റെ 150 പാർട്ട്ണർഷിപ്പാണ് ഇവിടെ ബാറ്റിങ്ങിൽ 277 റൺസ് എത്താൻ സാധിച്ചത്. ആദ്യം ഇന്ത്യ 11 ബോളർമാർ രക്ഷപ്പെടുത്തിയത് ശരിക്കും എന്താ പറയുക, 27 ബോളിൽ 27 റൺസിലുണ്ടായതാ. കളി കണ്ടോക്കണം, നല്ല ത്രില്ലായ കളിയാ. എന്താ ത്രില്ല്! ഗെയ്ക്വാദിന്റെ സെഞ്ചുറിയും അവസാന ഓവറുകളിലെ ഇന്ത്യൻ ബോളർമാരുടെ മികവും. പിന്നെ ഒരു കാര്യം മറന്നുപോയി, വീഡിയോ ഇടാൻ ഓവർ ലേറ്റ് ഇങ്ങനെയൊക്കെ ഇടാങ്ങിട്ടില്ല. എന്താന്ന് വെച്ചാല് ബോട്ടിന് റെക്കോർഡ് ഏതാണ്ട് ഒന്നൊക്കെ എഴുതാൻ സാധിച്ചിരുന്നില്ല. ബോട്ടിനെ റെക്കോർഡ് എഴുതാനുണ്ട്, പിന്നെ ഞാൻ എഴുതിയിട്ടില്ല. അല്ല, സോറി, ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം എടുക്കുന്നു. പിന്നെ ഇന്നലെ നല്ല പെർഫോമൻസ് കാഴ്ച, ബാറ്റിങ്ങിൽ ഏകദേശം പെർഫോമൻസ്. ഋതുരാജ് ഗെയ്ക്വാഡ് പക്ഷേ ബോൾ യൂസ് ചെയ്ത് 114 ബോളിൽ 101. തിലക് വർമ്മ 97 ബോളിൽ 60. തിലക് വർമ്മ ഓവർ ബോൾ യൂസ് ചെയ്തിപ്പം അത് ഇത്ര ബോളൊന്നും യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ആര്യ 32, ബദോനി 24, പിന്നെ ഷഡ്ജി 14 ബോളിൽ 26. ഇവിടെ വിജയിക്കാൻ കാരണം ഗെയ്ക്വാദിന്റെ തീപ്പൊരി പ്രകടനം, സെഞ്ചുറി. 8 റൺസിനാണല്ലോ ജയിച്ചത്. ശരിക്കും അത് ജയിക്കുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ വിക്കറ്റാണ് അവിടെ ഇന്ത്യയെ ജയിപ്പിച്ചത്. വിക്കറ്റ് വീണുകൊണ്ട് ഓൾ ഔട്ടാണ്. അല്ല, ആദ്യം നല്ല തുടക്കമാണ്, പിന്നെ വിക്കറ്റ് പോയതാണ്. ഇതാ അവസാനം വരെ പോരാടി, പക്ഷെ വിജയം ഇന്ത്യ തന്നെ ജയിച്ചു. അതാണ് ശ്രീലങ്ക മണ്ണിൽ നടന്ന മത്സരത്തിലാണ്. ആദ്യ മത്സരത്തിൽ തന്നെ ഇന്ത്യ ശക്തമായ പ്രകടനത്തോടെ ശ്രീലങ്കയെ 8 റൺസിന് തോൽപ്പിച്ചു. തിലക്കിയുടെയും ഗെയ്ക്വാദിന്റെയും 150 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് ഇവിടെ സഹായമായത്. ബോളർമാർ അവസാന ഓവറുകളിൽ ബോളർമാരുടെ മികവ്. ഇവിടെ ഒരു ഗംഭീര തുടക്കം, ഒരു ജയിച്ചില്ലേ, ജയിച്ച്. ഒരു മിനിറ്റ്, എന്തോ ഗായ്സ്, നമ്മുടെ പീക്കോക്ക് ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ അധികം മറ്റേ വരുത്തുണ്ട്. ഇവിടെ അധികം വരുതാ പീക്കോക്ക്. വീടിൻ്റെ അടുത്ത് കിട്ടിയത് നന്നായി. ഞാൻ നോക്കുന്നത്, പക്ഷെ അല്ല അധികം ഈ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് കേട്ടിട്ടുണ്ടോ ശബ്ദം? ഞാനെന്നെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടു, ഷോർട്സിൽ ഇഷ്ടം കണക്കെ പീക്കോക്ക്. ഇവിടെ ഇതാ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവില്ല, ഇതാ ഈ ഭാഗത്താണ് വിൽക്കല്. ഇപ്പം ഒരു 5-6 പ്രശ്നക്കാണ്. വീഡിയോയുടെ ടൈമിൽ വന്നത് നന്നായി. ഇതാ അവിടെ ഉണ്ട് പീക്കോക്ക്.
ഇപ്പോൾ ഒന്നേ കാണുന്നില്ലോ. ഉണ്ടാവും, ഇല്ലാണ്ട് പോല. അതിനിപ്പോ അത് ഞാൻ ആടുന്ന് നോക്കി ഇത് എവിടെ ഇല്ലേ. അങ്ങനെ അത് 2 പ്രാവശ്യം ഞാൻ നോക്കിയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് നോക്കി, വീഡിയോ ഇതാക്കിയിട്ടുണ്ട്. ഞാൻ ഈ 1 മിനിറ്റ് എന്നിട്ട് നോക്കി. അതിൻ്റെ മുമ്പ് ഇടയ്ക്ക് ഞാൻ പോയിട്ട് നോക്കി, പക്ഷെ വീഡിയോ കട്ട് ചെയ്തിട്ടൊന്നും നമുക്കറിയില്ല. ഞാൻ നോക്കി വീഡിയോ കണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ എപ്പോൾ ഞാൻ അതിനാണ് പറഞ്ഞു കട്ട് ചെയ്തേന്. എന്നെ ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത അല്ല 1 മിനിറ്റ് എന്നിട്ട് കട്ട് ചെയ്ത നമ്മുടെ പീക്കോക്ക് ഇതാ. ആപ്പ് ഇങ്ങനെ നിൽക്കുന്നത് ശരിക്കും നിങ്ങളെ സൂം ചെയ്താൽ